ടൈം ട്രാവലിങ്ങിനെ പറ്റി നമ്മൾ കുറേ സിനിമകളിലും സീരീസുകളിലും കണ്ടിട്ടുണ്ട്. ടൈം ട്രാവലിംഗ് എന്ന സയൻസ് ഫിക്ഷൻ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തെടുത്ത ഒരുപാട് മികച്ച സിനിമകളും സീരീസുകളും നമുക്കിന്ന് അവൈലബിളുമാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ ടെനറ്റ് എന്ന സിനിമയിൽ ഇൻഡയറക്റ്റായി ഒരു ടൈം ട്രാവലർ വരുന്നുണ്ട്, നായകനുമായി കണ്ടുമുട്ടുന്നുമുണ്ട്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടൈം ട്രാവലറിനെ കാണാനിടയായാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ടൈം ട്രാവലിംഗ് പോസിബിൾ ആണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഒരു ടൈം ട്രാവലറിനെ കാണാത്തത്? നമ്മളൊരു ടൈം ട്രാവലറിനെ കണ്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, യഥാർത്ഥത്തിൽ അയാൾ ഭാവിയിൽ നിന്ന് വരുന്നതാണ് അഥവാ വരുന്നതല്ല എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ടൈം ട്രാവലിംഗ് ചെയ്യുന്ന ടൈം മിഷൻ എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ടൈം ട്രാവലിങ്ങിന് മാത്രമായി ഇവിടെ എന്തെങ്കിലും നിയമങ്ങൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടാകുമോ? വെൽക്കം ടു മലയാളം ഡൈജസ്റ്റ്. 24 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1998 ജോൺ ടൈറ്റർ എന്നൊരാൾ താൻ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ അവകാശവാദം ഇങ്ങനെയായിരുന്നു: ഞാൻ 2034 നിന്നാണ് വരുന്നത്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ആ ടൈമിൽ നിന്നും ബാക്കിലേക്ക് പോകാനുള്ള ടൈം ട്രാവലിംഗ് മിഷൻ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഞാൻ 1998 എത്തിപ്പെട്ടതും എന്നായിരുന്നു. എങ്ങനെയാണ് തൻ്റെ ടൈം ട്രാവലിംഗ് മിഷൻ വർക്ക് ചെയ്യുന്നതെന്നും അതിൻ്റെ മുഴുവനായിട്ടുള്ള സ്ട്രക്ചറും അദ്ദേഹം ഒന്ന് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിനുശേഷം അദ്ദേഹം പെട്ടെന്നൊരു ദിവസം എങ്ങോട്ടൊന്നില്ലാതെ ഇൻവിസിബിളായി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അദ്ദേഹം റിയൽ ആയിരുന്നു? അദ്ദേഹത്തിൻ്റെ മിഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി ആയിരുന്നോ അദ്ദേഹം ഇവിടെ വന്നത്? ലെറ്റ്സ് സീ. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയെ ബേസ് ചെയ്താണ് ടൈം ട്രാവലിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങൾ ഉടലെടുത്ത് വന്നതെന്ന് നമുക്കറിയാം. സമയത്തെ അദ്ദേഹം ഒരു 4th ഡയമെൻഷനായി പരിഗണിക്കുന്നു. ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റുമുള്ള 3 ഡയമെൻഷണൽ സ്പെക്ട്രമാണ് സ്പേസ്. അവയുടെ കൂട്ടത്തിലേക്ക് ടൈം കൂടെ ആഡ് ചെയ്യപ്പെടുമ്പോൾ ഒരു സ്പേസ് ടൈം കണ്ടിന്യൂവും ആയി അത് രൂപപ്പെടുകയാണ്. തീർച്ചയായും ഗ്രാവിറ്റിക്ക് ഇവിടെ നല്ല പ്രാധാന്യമുണ്ട്, അത് അഫക്റ്റ് ചെയ്യുന്നുമുണ്ട്. ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഗ്രാവിറ്റി എന്ന് പറയുന്നത് സ്പേസ് ടൈമിലുള്ള ഒരു കർവാണ്. സോ ടെക്നിക്കലി സ്പേസും ടൈമും ഒന്നാകുന്ന അവസരത്തിൽ ഗ്രാവിറ്റിക്ക് തീർച്ചയായും ടൈമിനെയും സ്പേസിനെയും ബെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് ചോദ്യം, ഇത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബൃഹത്തായ ടെക്നിക്കൽ സപ്പോർട്ട് തന്നെ വേണ്ടി വരില്ലേ? അതവിടെ നിൽക്കട്ടെ. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു പരീക്ഷണാർത്ഥം ഏതെങ്കിലും ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തെത്തി എന്ന് വിചാരിക്കുക. തൽക്കാലം നമുക്ക് സജിറ്റേറിയസ് എ തന്നെ എടുക്കാം. ഈ അവസരത്തിൽ ഭൂമിയിലുള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന സമയത്തിൻ്റെ നേർപകുതിയായിരിക്കും നിങ്ങൾക്ക് അനുഭവപ്പെടുക. അതിന് കാരണം സജിറ്റേറിയസ് എയ്ക്കുള്ളത് നമ്മുടെ സൂര്യന് ഉള്ളതിനേക്കാൾ 400 മില്യൺ മടങ്ങ് ഗ്രാവിറ്റി ആയതുകൊണ്ടാണ്. തീർച്ചയായും ഇത് സജിറ്റേറിയസ് എയ്ക്ക് ചുറ്റും വലിയൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് ആദ്യം നാം ഫേസ് ചെയ്ത ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം തപ്പാം. ജോൺ ടൈറ്റർ ചെയ്തതുപോലെ എങ്ങനെയാണ് നിലവിലുള്ള ടൈം ലൈനിൽ നിന്ന് പുറകിലേക്ക് ടൈം ട്രാവൽ ചെയ്യുക? ജോണിൻ്റെ ആർഗ്യുമെൻ്റ് ഇങ്ങനെയായിരുന്നു: അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മിഷൻ വഴി ഏത് ടൈം ലൈനിലേക്ക് വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. C204 എന്ന് അദ്ദേഹം വിളിച്ചിരുന്ന ടൈം മിഷനാണ് അതിൻ്റെ ഉള്ളിലുള്ള 2 മൈക്രോ സെൻറ്റുകളുടെ സഹായത്തോടു കൂടി ഗ്രാവിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്തതും ടൈം ട്രാവൽ ചെയ്യാനും അദ്ദേഹത്തെ പ്രാപ്തനാക്കിയതും. ഇതുകൂടാതെ ആ മിഷൻ്റെ ഉള്ളിൽ തന്നെ ഗ്രാവിറ്റി സെൻസർ ഉണ്ടായിരുന്നു. ഈ ഒരു ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഏത് ടൈം ലൈനിലാണോ ഉള്ളത് അവിടെ ആവശ്യ സമയത്ത് തുടരാൻ ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ഹെൽപ്പ് ചെയ്തിരുന്നു. ജോൺ ഈ യന്ത്രം തൻ്റെ കാറിലായിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്നതനുസരിച്ച് 60 വർഷങ്ങൾ മുൻപോട്ടും പുറകോട്ടും പോകാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. ഇനി അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ നുണയാണോ എന്ന് എങ്ങനെ അറിയും? ടു ബി ഫ്രാങ്ക്, ടൈം ട്രാവലിംഗ് ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിനേക്കാൾ പ്രയാസമേറിയ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ടൈം ട്രാവലേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. ഭാവിയെപ്പറ്റി പ്രവചനങ്ങൾ നടത്താൻ ടൈം ട്രാവലേഴ്സിന് ആകുമായിരിക്കും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡായ പുതിയ ടെക്നോളജികളെ പരിചയപ്പെടുത്താൻ അവർക്കായേക്കും. ഇതൊന്നുമല്ലെങ്കിൽ കുറച്ച് ജനിതകമായ ടെസ്റ്റുകൾക്ക് വിധേയമായി സ്വയം ഭാവിയിൽ നിന്ന് വരുന്നവരാണെന്ന് പ്രൂവ് ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരിക്കും. എക്സാക്ട്ലി ഇതൊന്നുമല്ല. അവർ ടൈം ട്രാവലേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത അഡ്വഞ്ചർ ട്രിപ്പിന് നമ്മളിൽ ഒരാളെ കൂടെ കൊണ്ടുപോയി കാണിക്കണം. ഇതാണ് യഥാർത്ഥ എവിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിനേക്കാൾ സിമ്പിളായി ടൈം ട്രാവലേഴ്സിനെ കണ്ടെത്താനുള്ള മാർഗം നമുക്കുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ തന്നെ ചെയ്ത ഹോക്കിൻസ് പാർട്ടി എന്നൊരു ഷോർട്ട് വീഡിയോ കണ്ടവർക്കറിയാം, സ്റ്റീഫൻ ഹോക്കിംഗ് ടൈം ട്രാവലേഴ്സിന് വേണ്ടി ഒരു പാർട്ടി നടത്തിയതും അതിൽ ആരും പങ്കെടുക്കാതിരുന്നതും.
ടൈം ട്രാവലേഴ്സ് മാത്രമായിരുന്നു ഈ പാർട്ടിയിൽ ക്ഷണിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ആരും തന്നെ അറിയാതെ പോയതും ആരും തന്നെ പങ്കെടുക്കാതെ പോയതും. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ നിഗമനം ഇങ്ങനെയായിരുന്നു: പാർട്ടിയിൽ ക്ഷണം കിട്ടിയിട്ടും ആരും പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ സോ കോൾഡ് ടൈം ട്രാവലേഴ്സ് ആരും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവം എങ്കിൽ പോലും തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നാം നോക്കുകയാണെങ്കിൽ വോം ഹോൾസിലൂടെ ആയിരിക്കും ടൈം ട്രാവലിംഗ് നടത്തപ്പെടുന്നത്. സോ അത് മനുഷ്യർക്ക് ആർക്കും കാണാനോ നേരിട്ട് അനുഭവിച്ചറിയാനോ സാധിക്കണമെന്നില്ല. ചില മാർവൽ സിനിമകളിലും അതുപോലെ തന്നെ ടൈം ട്രാവൽ ബേസ് ചെയ്ത് വന്ന സയൻസ് ഫിക്ഷൻ സിനിമകളിലും ഇത് നാം നല്ല രീതിയിൽ കണ്ടറിഞ്ഞിട്ടുണ്ട്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ വന്ന ആൻഡ്മാൻ സീരീസ്, വാട്ട് ഇഫ് സീരീസ്, ഇൻഫിനിറ്റി വാർ എന്നീ സിനിമകളിൽ മേൽപ്പറഞ്ഞ കാര്യം വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നുമുണ്ട്. ഡാർക്ക്, 12 മങ്കീസ് പോലുള്ള TV സീരീസുകളിലും ഇത് പ്രധാന പ്രമേയമായി വരുന്നുണ്ട്. സോ ആസ് എ കൺക്ലൂഷൻ, ടൈം ട്രാവലേഴ്സ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന ചോദ്യം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ട്. പക്ഷേ അത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണെന്ന് മാത്രം. നമുക്കറിയാം ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യർക്കുള്ള അതേ ടൈം അല്ല ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വസിക്കുന്ന അഥവാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കുള്ളത്. സോ they can be called as time travelers. Keep your curiosity boiling. This is Malayalam Digest.